ഇത് നമ്മളെ സ്വന്തം നാട്. ഈ നാടിന് വേറൊരു പേരും കൂടിയുണ്ട്, അള്ളട ദേശം, അള്ളട സ്വരൂപം, അള്ളട നാട്. വടക്ക് ചിറ്റാരിപ്പുഴയും തെക്ക് ഒളവറപ്പുഴയും, അതാണ് ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അള്ളട സ്വരൂപത്തിൻ്റെ രാജവംശമായ നീലേശ്വരം രാജാക്കന്മാരുടെ ആസ്ഥാനം ഈ കാണുന്ന നീലേശ്വരം കോവിലകം ആയിരുന്നു. ഇതിൽ ഉൾപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുത്തൂര്, പുതിനൂര്, കരിന്തളം ഇതൊക്കെയായിരുന്നു. തെക്കുള്ള കോലത്തുനാടും വടക്കുള്ള തുളുനാടിനും ഇടയിലുള്ള നീലേശ്വരം രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. അള്ളട സ്വരൂപത്തിൻ്റെ കീഴിലുള്ള അതിപുരാതനമായ ശാക്തേയ കാവുകളിൽ ഒന്നാണ് ഈ മന്നൻപുറത്ത് കാവ്. ദേശവാസികളെ ദുരിതത്തിലാക്കിയ മന്നൻ എന്ന പ്രഭുവിൻ്റെ കൊട്ടാരവും സൈനിക താവളവും ഇവിടെയാണ് എന്നാണ് ഐതിഹ്യം. മന്നൻ്റെ പീഡനത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ വേണ്ടി മൂത്ത പിടാരരുടെ പ്രാർത്ഥനയിൽ ദേവി മാടായിക്കാവിൽ നിന്നും ഇവിടത്തേക്ക് അവതരിക്കുകയും മന്നനെ നിഗ്രഹിച്ച് ദേവി നാടിനെ രക്ഷപ്പെടുത്തി. മന്നൻ അഭയം പ്രാപിച്ച സ്ഥലമായതുകൊണ്ടാണ് ഇതിന് മന്നംപുറത്ത് കാവ് എന്ന് പേര് വരാൻ കാരണം. അള്ളട ദേശത്തിൻ്റെ 3 പ്രധാന കേന്ദ്രങ്ങളിൽ മടിയൻകൂലവും മന്നംപുറത്ത് കാവ്, തളിയിൽ ശിവക്ഷേത്രം. ശാക്തേയ കൗളമാർഗത്തിലുള്ള പൂജാവിധികളാണ് ഇവിടെ ചെയ്തു പോരുന്നത്. കേരളത്തിൽ തന്നെ അപൂർവം ചില കാവുകളിൽ മാത്രം കാണുന്ന, അതായത് മാടായിക്കാവ്, മന്നംപുറത്ത് കാവ്, കളരിവാതുക്കൽ, പിന്നെ മാമനിക്കുന്നമ്പലം, ഈ 3 കാവുകളിൽ തമ്മിൽ വഴിപാടുകളിലും ആചാരങ്ങളിലും ഒരുപാട് സാമ്യമുണ്ട്. ശാക്തേയ കൗള പാരമ്പര്യത്തിൽ വടക്ക് ദിക്കെന്നത് രൗദ്രഭാവത്തിൻ്റെയും അത്യന്തം ശക്തിയേറിയ ദേവീ ചൈതന്യത്തിൻ്റെയും കേന്ദ്രമാണ്. മന്നൻ എന്ന പ്രഭുവിനെ നിഗ്രഹിച്ച് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ചണ്ഡേശ്വരി, തിരുവർക്കാട്ട് ഭഗവതി എന്ന സങ്കല്പമാണ് ഈ കാവിലുള്ളത്. വടക്കേ നട തുറക്കുമ്പോഴുണ്ടാകുന്ന അമിത ചൈതന്യവും ഉഗ്ര കോപാഗ്നിയും നേരിട്ട് ഏൽക്കുന്നത് സാധാരണക്കാർക്ക് താങ്ങാനാവില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടെ ഈ പ്രദക്ഷിണം തടഞ്ഞിരിക്കുന്നത്. കൂടാതെ പ്രധാന ദേവിയുടെ വടക്കേ നടയിലെ വീക്ഷണപഥവും ക്ഷേത്രപാലകൻ്റെ സ്ഥാനവും തമ്മിലുള്ള വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭക്തർ നടന്നു പോകാൻ താന്ത്രിക വിധിപ്രകാരം പാടില്ല. ഇത് കാവിൻ്റെ കാവൽ ചൈതന്യത്തെ ബാധിക്കുമെന്നാണ് സങ്കല്പം. ഗുരുസി, അർദ്ധരാത്രിയിലെ പ്രത്യേക നിവേദ്യങ്ങൾ, വിശേഷാൽ മന്ത്രതന്ത്ര ചടങ്ങുകൾ എന്നിവ നടക്കുമ്പോഴല്ലാതെ വടക്കേ നട തുറക്കാറില്ല. ഇവിടെ ഓരോ വഴിപാടും എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത്. കർണാടകയിൽ നിന്ന് പോലും ഒരുപാട് ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം ഭക്തർക്ക് നൽകുന്ന അപൂർവ പ്രസാദം തന്നെ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുട്ട കോഴിയും ചെറുപയറും കുരുമുളകും ചേർത്ത അത്യപൂർവ പ്രസാദമാണ് ഇവിടെ നൽകുന്നത്. ശാക്തേയ ഗൗളമാർഗത്തിലുള്ള പൂജകളിലൂടെ ദേവിയെ പ്രീണിപ്പിക്കാനും രോഗഭയങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നാടിനെ രക്ഷിക്കാനുമാണ് ഈ പ്രാചീന വഴിപാട് നടന്നു പോരുന്നത്. വടക്കേ മലബാറിലെ തെയ്യാട്ടക്കാലത്തിന് വിരാമമിടുന്ന വിഖ്യാതമായ മന്നംപുറത്തെ കലശോത്സവം നടക്കുന്നതും ഈ പുണ്യഭൂമിയിലാണ്. അള്ളട ദേശത്തിൻ്റെ കാവലാളായി ഭക്തരുടെ കണ്ണീരൊപ്പുന്ന മന്നംപുറത്തമ്മയുടെ മണ്ണിൽ ഇന്നും വിശ്വാസവും ആചാരവും കൈകോർത്തു നിൽക്കുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട. ട്രെയിൻ മാർഗം ക്ഷേത്രത്തിൽ വരുന്നവർക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഈ നട വഴി എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. ഏക്കറുകളോളം പടർന്നു പന്തലിച്ച് കിടക്കുന്ന കൂറ്റൻ മരങ്ങളും അവ തീർക്കുന്ന നിബിഡമായ മരത്തണലുകളും കാരണം കാവിനുള്ളിലെ താപനില പുറത്തേതിനേക്കാൾ എപ്പോഴും 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെ കുറവായിരിക്കും. സൂര്യപ്രകാശം കുറവായതിനാൽ ഈ വനമേഖല അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്താനും ഭൂഗർഭ ജലനിരപ്പ് വറ്റാതെ കാക്കാനും വർഷങ്ങളായി സഹായിക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെ അന്നദാനവും എല്ലാ ദിവസവും നടത്താറുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നത്. അന്നദാനം സൗജന്യമാണെങ്കിലും നിർബന്ധമായും ടോക്കൺ എടുത്തിട്ട് മാത്രമേ ഇതിനുള്ളിൽ പ്രവേശനം അനുവദനീയമുള്ളൂ. ഈ കാവിലേക്കുള്ള യാത്രയും ഈ വീഡിയോ എടുപ്പൊക്കെ യാദൃശ്ചികമായി നടന്നതാണ്, ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വെറും 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
കൂടുതൽ വിവരങ്ങൾക്കായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് നന്ദി.